ആദത്തെയും ഹൗവയെയും സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിന്റെ ചുമതല ഏൽപ്പിച്ച ദൈവം നിരന്തരമായി അവരെ നിരീക്ഷിച്ചുകൊണ്ടും ഇരുന്നു. ഒരു ദിവസം ഏദൻ തോട്ടത്തിലെത്തിയ ദൈവം അവരെ കാണായികയാൽ അവരുടെ പേര് വിളിച്ച് "എവിടെയാണ് നീ" എന്ന് ചോദിക്കുന്നു. എന്നാൽ ചോദിച്ച ചോദ്യത്തിന് ഉചിതമായ മറുപടി നൽകാതെ മറ്റൊരു മറുപടിയാണല്ലോ ആദം നൽകുന്നത്. "ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് ഒളിച്ചിരിക്കുകയാണ്" എന്നാണല്ലോ അവൻ മറുപടി നൽകിയത്. അനുസരണക്കേട് കാണിച്ചിട്ട് പോലും ദൈവം അവരെ ശകാരിക്കുന്നില്ല. സൃഷ്ടിയുടെ ആരംഭം മുതൽ ദൈവം തന്റെ മക്കളെ തേടിയുള്ള അന്വേഷണം തുടർന്നുകൊണ്ടേയിരുന്നു. ആദത്തിനും ഹൗവയ്ക്കും ജനിച്ച മക്കളായിരുന്നല്ലോ കായീനും ഹാബേലും. തന്റെ സഹോദരനെ കൊന്ന കായീനെയും ദൈവം പിന്തുടർന്നു. ഇതേ ചോദ്യം കായീനോടും ദൈവം ചോദിക്കുന്നു, "നിന്റെ സഹോദരൻ എവിടെയെന്ന്?" ആദം ചെയ്ത തെറ്റ് അവന്റെ സന്താനങ്ങളിലൂടെ വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. ദൈവം തന്റെ അന്വേഷണം തുടർന്നുകൊണ്ടേയിരുന്നു. അബ്രാഹത്തിന്റെ ദാസിയായ ഹാഗാറിനെ സാറായുടെ നിർബന്ധം മൂലം വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതായി ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ. കർത്താവ് തന്റെ ദൂതനെ മരുഭൂമിയിലേക്ക് അയച്ച് അവളെ പിന്തുടരുന്നു. ദൂതൻ ചോദിക്കുന്നു, "ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു? നീ എവിടേക്ക് പോകുന്നു?" അവൾ കണ്ടുമുട്ടിയ ദൈവത്തെ എൽറോയ് എന്ന് വിളിക്കുന്നതായി കാണാം. തന്നെ കാണുന്നവനായ ദൈവത്തെ ഇവിടെ വെച്ച് താനും കണ്ടു എന്ന് മറുപടി നൽകുന്നു. ഇങ്ങനെ ബൈബിളിലുടനീളം മനുഷ്യന്റെ പുറകെ അവനെ തേടി നടക്കുന്ന വേട്ടപ്പട്ടിയെപ്പോലെ അവനെ പിന്തുടരുകയാണ് സ്നേഹനിധിയായ ദൈവം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രന്റെ ലക്ഷ്യവും അവനെ തേടിയുള്ളതായിരുന്നല്ലോ. യേശു തന്റെ ഉപമകളിലൂടെയെല്ലാം അത് വ്യക്തമാക്കുന്നുണ്ടല്ലോ. ധൂർത്തുപുത്രന്റെയും നാണയം നഷ്ടപ്പെട്ട സ്ത്രീയുടെയും നഷ്ടപ്പെട്ട ആടിനെ തേടിപ്പോയ ഇടയനിലൂടെയെല്ലാം ഇതുതന്നെയാണല്ലോ സ്നേഹനിധിയായ ദൈവം നമ്മുടെ മുൻപിൽ വരച്ചു കാട്ടുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് "ആദം, നീ എവിടെയാകുന്നു" എന്ന് തലക്കെട്ടുള്ള ഒരു പുസ്തകത്തെക്കുറിച്ച് കേൾക്കാനിടയായി. ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി VD സതീശൻ രചിച്ച പുസ്തകമായിരുന്നു അത്. അദ്ദേഹം നടത്തിയ ഏതാനും പ്രസംഗങ്ങളുടെ ഒരു സമാഹാരമാണല്ലോ ഈ പുസ്തകം. മൂല്യബോധമുള്ള, സത്യവിശ്വാസിയും സമർത്ഥനും ആയ നിയമസഭാ സാമാജികനായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ പടിപടിയായി വളർന്ന് അദ്ദേഹം MG സർവകലാശാലയുടെ വിദ്യാർത്ഥി യൂണിയന്റെ തലപ്പത്തെത്തിയ വ്യക്തിയാണല്ലോ. കൃത്യമായ നിലപാടുള്ള ഒരു നേതാവായിരുന്നല്ലോ അദ്ദേഹം. അതാണ് ഒരു പരിധിവരെ അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് എന്ന് കാണുന്നതിൽ തെറ്റില്ല. ബൈബിളിൽ പറയുന്ന കാര്യങ്ങൾ അതിന്റെ യഥാർത്ഥ അർത്ഥത്തിലും ചൈതന്യത്തിലും മനസ്സിലാക്കിയ ഒരു വ്യക്തിയായിട്ട് അദ്ദേഹത്തെ കാണാം. ബൈബിളിലെ പഴയ നിയമവും പുതിയ നിയമവും ആഴമായി മനസ്സിലാക്കിയ അക്രൈസ്തവനായ അദ്ദേഹം ക്രിസ്ത്യാനികളായ നമ്മളുടെ മുൻപിൽ ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു എന്ന് തോന്നുന്നു. ഇതേക്കുറിച്ച് യൂട്യൂബിലൂടെ അദ്ദേഹത്തിന്റെ സുവിശേഷ പ്രഘോഷണങ്ങൾ കേൾക്കാനിടയാകുകയും ഈ പുസ്തകം വായിക്കാൻ ജിജ്ഞാസ ജനിക്കുകയും അത് വായിക്കാനും എനിക്കിടയായി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളിലെ 10 കുഷ്ഠരോഗികളെ യേശു സൗഖ്യപ്പെടുത്തിയതായി രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. സൗഖ്യം പ്രാപിച്ച 10 പേരിൽ വിജാതീയനായ ഒരാൾ മാത്രം മടങ്ങി വന്ന് യേശുവിനെ മഹത്വപ്പെടുത്തിയതായി പറയുന്നു. ബഹുമാനപ്പെട്ട VD സതീശനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സൗഖ്യം കിട്ടിയ ആ വിജാതീയനായ മനുഷ്യൻ മേൽപ്പറഞ്ഞ VD സതീശൻ തന്നെയല്ലേ എന്ന് തോന്നിപ്പോകുന്നു. യേശുവിനെ കണ്ടുമുട്ടിയ അദ്ദേഹം യേശുവിനെ പ്രഘോഷിക്കുവാനും സാക്ഷ്യം നൽകുന്നവനുമായിട്ട് മാറി. തന്റെ ജനത്തെ നയിക്കാനുള്ള ജ്ഞാനം ലഭിക്കാനായി സോളമൻ രാജാവ് പ്രാർത്ഥിച്ചപ്പോൾ ജ്ഞാനത്തോടൊപ്പം മറ്റെല്ലാം കൂടി ദൈവം നൽകാൻ തയ്യാറായല്ലോ. അദ്ദേഹത്തിനും ടീമിനും ദൈവഹിതമനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാനും കേരള ജനത്തെ നയിക്കാനുള്ള കൃപയ്ക്കായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം.